കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഹമാസ് തുടങ്ങിവെച്ച ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന്റെ പുതിയ ഘട്ടം അഥവാ തൂഫാനുൽ അഖ്സ തുടങ്ങിയതിനു ശേഷം ലോകത്ത് ഉയർത്തപ്പെടുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് ഈ ഒരു ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങൾ എന്ന് അവസാനിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യത്തെ സാഹചര്യം പോലെയല്ല. ആദ്യം ഹമാസ് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് ഇസ്രായേലിലേക്ക് നടത്തിയപ്പോൾ ലോകമെമ്പാടുമുണ്ടായ സാഹചര്യം എന്നുള്ളത് അവർ ആശങ്കയോടുകൂടിയാണ് ഇത് കണ്ടിരുന്നത്. കാരണം ഹമാസിന്റെ ഗതി എന്താകും, അല്ലെങ്കിൽ ഫലസ്തീന്റെ ഗതി എന്താകും എന്നുള്ള വളരെ വലിയ സംശയങ്ങൾ ലോകത്തെമ്പാടും ഉണ്ടായിരുന്നു. കാരണം ഇത്തരം വലിയൊരു അറ്റാക്ക് ഇസ്രായേലിന് നേരെ നടത്തിയാൽ ഇസ്രായേൽ ഏത് രീതിയിൽ പ്രതികരിക്കും, ഇതിനെയൊക്കെ അതിജീവിക്കാൻ ഹമാസിനാവുമോ, ഹമാസിന്റെ ഭാവി എന്താകും, ഫലസ്തീനിന്റെ ഭാവി എന്താകും, ഗസയുടെ ഭാവി എന്താകും, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ അന്ന് ഉയർന്നു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു ആക്രമണം ഹമാസാണ് തുടങ്ങി വെച്ചത് എന്നുള്ളത് കൊണ്ട് ഇതുവരെയുള്ള ഇസ്രായേലിന് അനുകൂലമായ ഒരു സാഹചര്യം ലോകത്തെ ആ ഒരു സമയത്ത് പ്രത്യേകിച്ചും രൂപപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ 400 ദിവസങ്ങൾ കടന്ന് അത് ഒരു വർഷത്തിൽ കൂടുതലായ യുദ്ധമായി പരിണമിക്കുമ്പോൾ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അധിനിവേശമായി പരിണമിക്കുമ്പോൾ ഇന്ന് ഇസ്രായേൽ ലോകത്തെമ്പാടും ഒറ്റപ്പെടുകയാണ്. പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ഇസ്രായേലിനെ പിന്തുണക്കുന്ന രാജ്യങ്ങളിൽ പോലും ഇസ്രായേൽ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഫുട്ബോൾ മത്സരത്തെ പറ്റി പറയുമ്പോൾ, ഫ്രാൻസിൽ നടന്ന ഒരു ഇസ്രായേലുമായിട്ടുള്ള ഫുട്ബോൾ മത്സരത്തെ കാണികൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അഥവാ ടിക്കറ്റ് റേറ്റ് വളരെ കുറഞ്ഞ, നമുക്കറിയാം യൂറോപ്യൻ ഫുട്ബോളിലൊക്കെ ഒരു മത്സരം കാണണമെങ്കിൽ ആ സ്റ്റേഡിയം ഒക്കെ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. അത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസ് എന്നുള്ളത് വളരെയധികം ആരാധക വൃന്ദമുള്ള ഒരു രാജ്യം കൂടിയാണ് ഫുട്ബോളിൽ. അത്തരം ഒരു രാജ്യത്ത് ഒരു മത്സരം ഇസ്രായേലിനെതിരെ നടന്നപ്പോൾ അവിടുത്തെ ജനത ആ കളി ബഹിഷ്കരിക്കുകയും സ്റ്റേഡിയം കാലിയായി കളി നടത്തേണ്ട സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. അഥവാ ഇസ്രായേൽ അത്തരത്തിൽ ലോകത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വശത്ത് നിൽക്കുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ. മറുഭാഗത്ത് ഇസ്രായേലി ബന്ധമുള്ള ഈ അമേരിക്കൻ പിന്തുണയുള്ള കമ്പനികൾ, പെപ്സിക്കോ, കോക്കക്കോള, യൂണിലിവർ, ഇത്തരത്തിലുള്ള മുഴുവൻ കമ്പനികളും വളരെ വലിയ ബഹിഷ്കരണങ്ങളെ, KFC അടക്കമുള്ള കമ്പനികൾ, അല്ലെങ്കിൽ സ്റ്റാർബക്സ് അടക്കമുള്ള ഈ ഒരു മേഖലയിൽ ഉള്ള കമ്പനികൾ, ഇത്തരം ഇസ്രായേലി താല്പര്യങ്ങളെ പിന്തുണക്കുന്ന കമ്പനികൾ ഈ ഒരു ബഹിഷ്കരണത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇതാണ് ലോകത്ത് രൂപപ്പെട്ടിരിക്കുന്ന മറ്റൊരു സാഹചര്യം എന്നത്. ഒരു ഭാഗത്ത് ബഹിഷ്കരണം നടക്കുന്നു, കളിയടക്കം ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും, മിക്കവാറും രാജ്യങ്ങളിലും ഇസ്രായേലി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകൾ വെറും കേവലം ഒരു തീവ്ര വലതുപക്ഷ ഇസ്ലാമിക വിരുദ്ധ, മുസ്ലിം വിരുദ്ധ ആളുകൾ മാത്രമായിട്ടുള്ള ഒരു കൂട്ടായ്മയായി മാറുന്നു. മറുഭാഗത്ത് ലോകത്തെമ്പാടും അമേരിക്ക ആയാലും, ബ്രിട്ടൻ ആയാലും, ഫ്രാൻസ് ആയാലും, ഇസ്രായേലുമായിട്ടുള്ള സഖ്യമുള്ള ജർമ്മനി ആയാലും, ഏത് രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും അവിടങ്ങളിലൊക്കെ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ രാജ്യമായി ഇന്ന് ലോക ജനത ഇസ്രായേലിനെ കാണുന്നു. ലോകത്തിലുള്ള ഒരു സയനിസ്റ്റ് രാജ്യമായി, ഫാസിസ്റ്റ് രാജ്യമായി, അല്ലെങ്കിൽ അധിനിവേശ രാജ്യമായി, അല്ലെങ്കിൽ ഒരു നിലത്തിലും ഒരു തരത്തിലുമുള്ള സമാധാന ശ്രമങ്ങളോടും സഹകരിക്കാതെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ള സിവിലിയൻസിനെ കൊന്നൊടുക്കുന്ന ഒരു സമൂഹമായി ആംസ്റ്റർഡാമിലടക്കം കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടത് അത്തരം ഒരു കാര്യമാണ്. കാരണം വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ, അല്ലെങ്കിൽ ലോകത്ത് ഏത് ഭാഗത്തും ഏത് നിമിഷവും കായികമായി ആക്രമണം നേരിടാൻ ആവുന്ന സാഹചര്യം, അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എത്തുന്നു. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും ഈ യുദ്ധത്തിൽ നൽകിയിരിക്കുന്ന ജോ ബൈഡൻ അമേരിക്കൻ ഇലക്ഷനിൽ പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നു. 2 ലോകമഹായുദ്ധങ്ങളിൽ ഉപയോഗിച്ച ആയുധങ്ങളെ മൊത്തം ഈ ഫലസ്തീനിലെ ഗസയിൽ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ ഒന്നടങ്കം കൊന്നടക്കിയിട്ടും അവർ കീഴടങ്ങാൻ തയ്യാറാവുന്നില്ല. ഹമാസ് ഒരു തരത്തിലും വഴങ്ങാൻ തയ്യാറാവുന്നില്ല. ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന ജോ ബൈഡന്റെ ഭരണകൂടം പരാജയപ്പെടുന്നു. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ തീവ്രവംശ ആശയങ്ങളുള്ള ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം വരുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതുകൂടാതെ തന്നെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു സാഹചര്യം അമേരിക്ക നേരിടുന്നുണ്ട്. അത് ഇറാന് നേരിട്ടുള്ള അറ്റാക്ക് നടത്തി എന്നുള്ളതാണ്. എന്നാൽ അത് പരാജയപ്പെടുന്നു. മറുഭാഗത്ത് അമേരിക്കൻ യുദ്ധക്കപ്പൽ തന്നെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ യുദ്ധക്കപ്പൽ തന്നെ ലക്ഷ്യം വെക്കുന്നു. അതാരാണ് ലക്ഷ്യം വെക്കുന്നത്? യമനിലെ ഹൂത്തികൾ, അൻസാറുള്ളയാണ്
ലക്ഷ്യം വെക്കുന്നത് കേവലം ഒരു മിലിഷ്യ ഗ്രൂപ്പാണ് അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ വലിയൊരു ആക്രമണം നടത്തുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു സാഹചര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ എന്നുള്ളത്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഹമാസ് ഈ ഒരു മൂവ്മെന്റ് തുടങ്ങി വെക്കുന്നു. അപ്പോൾ ചിത്രത്തിൽ ഹമാസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഗസ മാത്രമേ ഉള്ളൂ. ഗസയിൽ നിന്നുള്ള ഹമാസിന്റെ അടുത്തു നിന്നുള്ള ഒരു ആക്രമണം ആണ് ഇസ്രായേലിനെതിരെ ഉണ്ടായത്. അതിനുശേഷം വളരെ പിറ്റേന്ന് തന്നെ ഹിസ്ബുള്ള ഈ രംഗത്തേക്ക് കടന്നു വരികയാണ്. ഹിസ്ബുള്ളയുടെ ഹസൻ നസ്രുള്ള പിറ്റേ ദിവസം തന്നെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളും തുടങ്ങിയിരിക്കുന്നു എന്ന്. അഥവാ യുദ്ധത്തിൽ ഇസ്രായേലിനെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സംഘർഷത്തിൽ ഹിസ്ബുള്ള ഭാഗവാക്കാവുന്നു. ലെബനനിലെ ഹിസ്ബുള്ള കൃത്യമായിട്ട് ചെറിയ രീതിയിലുള്ള യുദ്ധങ്ങൾ തുടങ്ങി വെക്കുകയാണ്. ആ തുടങ്ങി വെച്ച യുദ്ധങ്ങൾ ഇന്ന് അതികഠിനമായി ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തുന്ന സാഹചര്യത്തിലേക്ക് ഹിസ്ബുള്ള മാറിയിരിക്കുന്നു. ഇത് വളരെ വലിയ പ്രതിസന്ധിയാണ്. ഇസ്രായേലിനെതിരെ ഹമാസ് എത്ര നാൾ പിടിച്ചു നിൽക്കുമെന്നായിരുന്നു ലോകത്തിന് മുമ്പിലുള്ള ചോദ്യം എന്നുള്ളത്. അത് കേവലം 3 മാസമോ, വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെട്ടത് കേവലം 3 മാസം അവർക്ക് പിടിച്ചു നിന്നാൽ തന്നെ യുദ്ധത്തിന്റെ ഗതി മാറും എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി ഹമാസ് പിടിച്ചു നിൽക്കുന്നുണ്ട്. 1 വർഷത്തിൽ കൂടുതലായി പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഹമാസ് പിടിച്ചു വെച്ചിട്ടുള്ള 100ഓളം ബന്ദികൾ ഇന്ന് അവരുടെ കയ്യിൽ തന്നെയാണ്. അത് എവിടെയാണെന്ന് ഇത്രയും സംവിധാനങ്ങളുള്ള, ഇത്രയും ലോക പിന്തുണയുള്ള, ഇത്രയും ടെക്നോളജി പരമായി വളർന്നിട്ടുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഇസ്രായേലിൽ വളരെ രൂക്ഷമായ സാഹചര്യം ഉണ്ടാകുന്നു. തമ്മിൽ അടിയുണ്ടാകുന്നു. നെതന്യാഹുവിനെതിരെ അവിടുത്തെ പല രീതിയിലുള്ള ഗ്രൂപ്പുകൾ രംഗത്ത് വരുന്നു. ബന്ദികളുടെ കുടുംബങ്ങൾ രംഗത്ത് വരുന്നു. അവിടുത്തെ യുദ്ധമന്ത്രിയെ തന്നെ, പ്രതിരോധ മന്ത്രിയെ തന്നെ നെതന്യാഹു പുറത്താക്കുന്നു. അവിടെയുള്ള പല സംഭവങ്ങളും ഇറാന്റെ സ്പൈ വർക്ക് മൂലം പുറത്ത് ആക്കപ്പെടുന്നു, ലീക്ക് ചെയ്യപ്പെടുന്നു, സുപ്രധാന വിവരങ്ങൾ ലീക്ക് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. അതിനിടയിൽ ഇറാൻ കടന്നു വരുന്നു. ഇറാൻ ഇസ്രായേലിലേക്ക് വലിയൊരു ആക്രമണം നടത്തുന്നു. അവരുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെക്കുന്നു. ഇങ്ങനെ ആരും ഇതുവരെ തൊടാൻ ധൈര്യപ്പെടാതിരുന്ന ഇസ്രായേൽ അമേരിക്കൻ വ്യവസ്ഥിതിക്കെതിരെ ലോകത്ത് മറ്റൊരു ശക്തിയെ ഉണ്ട് എന്നുള്ള തരത്തിൽ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിന് ആവശ്യമുള്ളത് സത്യത്തിൽ സീസ് ഫയർ തന്നെയാണ്. പക്ഷെ ഏതെങ്കിലും രീതിയിൽ ഒരു യുദ്ധമുഖം അവസാനിപ്പിച്ചാൽ, സംഘർഷമുഖം അവസാനിപ്പിച്ചാൽ അത് തങ്ങളുടെ ഭരണകൂടത്തിന് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നെതന്യാഹു വിശ്വസിക്കുന്നുണ്ട്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാണ്. കാരണം അദ്ദേഹത്തിനെതിരെയുള്ള ആന്റി ഇൻകംബൻസി അഥവാ ഭരണവിരുദ്ധ വികാരം വളരെ വലുതാണ്. ബന്ദികളെ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. യഹ്യാ സിൻവറിനെ കൊലപ്പെടുത്തിയാലും, ഫലസ്തീന്റെ വിമോചന പോരാട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഏടായി യഹ്യാ സിൻവറിനെ കൊലപ്പെടുത്തിയാലും, അല്ലെങ്കിൽ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയാലും, അല്ലെങ്കിൽ ഹിസ്ബുള്ള തലവനെ 31 വർഷം ടാർഗറ്റ് ചെയ്ത ഹിസ്ബുള്ള തലവനെ കൊലപ്പെടുത്തിയാലും ഇതിനൊരു പരിസമാപ്തി ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇവരൊക്കെ കൊലപ്പെടുത്തി എന്ന് പറയുന്നതിനപ്പുറം തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെന്ന് ചോദിക്കുമ്പോൾ നെതന്യാഹുവിന് ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല. ഇത് അവിടുത്തെ ഇസ്രായേലിന്റെ അന്തരീക്ഷം വളരെ കലുഷിതമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ലോകത്തെമ്പാടുമുള്ള റിക്രൂട്ടിംഗ് ഏജൻസികൾ അവിടെ അവരുടെ പ്രവർത്തനം നിർത്തുന്നു. ഐഫൈ പോലെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ ഒരു നിലക്കും സാധാരണ ജീവിതം സാധ്യമാകുന്നു. തൊഴിൽ രംഗങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള ഇസ്രായേലിന്റെ വികസന കുതിപ്പുകൾക്ക്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സാമ്പത്തിക സുസ്ഥിരക്ക് ഉതകുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കേണ്ട മേഖലകൾ പൂർണ്ണമായിട്ടും 1 വർഷമായി സ്തംഭിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. പുതിയ റിക്രൂട്ടുകൾ നടത്താൻ രാജ്യങ്ങൾ ഒരിക്കലും തീരുമാനിക്കുന്നില്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിലേക്കുള്ള റിക്രൂട്ടിംഗ് നിർത്തിവെക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേലിന് ആവശ്യം ഒരു സീസ് ഫയർ ആണ്. പക്ഷെ അത് എങ്ങനെ നടപ്പിലാക്കും എന്നത് ഇസ്രായേലിനെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. കാരണം ഇവിടെ ഹമാസ് മുന്നോട്ട് വെക്കുന്ന ഡീലിങ്ങിന് സമ്മതിച്ചാൽ അത് ഇസ്രായേലിന്റെ പരാജയമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. ഹിസ്ബുള്ള മുന്നോട്ട് വെക്കുന്ന ഡീലിങ്ങുകൾക്ക് ഇരയായാൽ അത് അവരെ പരാജിതരായി മുദ്രകുത്തും. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് അവർ റഷ്യയുമായിട്ട് ഒരു എൻഗേജ്മെന്റ് നടത്തുന്നത്. റഷ്യയുമായിട്ട് എൻഗേജ്മെന്റ് നടത്തുന്ന കാര്യത്തിൽ അവർ ചെയ്തിട്ടുള്ള കാര്യം എന്നുള്ളത്, റഷ്യയെ ഉപയോഗിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുമായിട്ടുള്ള ഒരു രമ്യതയിലെത്തുകയും, റഷ്യയും ഹിസ്ബുള്ളയുമായി സഖ്യം ഉള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയെ ഉപയോഗിച്ചുകൊണ്ട് ഹിസ്ബുള്ളയെ തടഞ്ഞു നിർത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഹിസ്ബുള്ള അവരുടെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. അവർ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളുടെ ആദ്യ ദിവസത്തെ തന്നെ ഞങ്ങളുടെ
അന്നത്തെ നേതാവായിരുന്ന യഹി- ഏഹ് ഹസൻ നസ്രുള്ളയുടെ തീരുമാനം എന്നുള്ളത്, ഹസൻ നസ്രുള്ളയുടെ വസിയത്ത് എന്നുള്ളത്, അത് ഗസയിലെ സമാധാനം പുനഃസ്ഥാപിക്കൽ കൊണ്ട് മാത്രമേ ഇസ്രായേൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. തങ്ങൾ ഈ പ്രവർത്തനം, തങ്ങളുടെ പ്രതിരോധ പ്രവർത്തനം അവസാനിപ്പിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗസയിലെ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ഇത് നിർത്തൂ എന്ന് ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള വഴങ്ങുന്നില്ല. ഹിസ്ബുള്ളയെ റഷ്യയെ കൊണ്ട് വഴങ്ങിപ്പിക്കാൻ കഴിയുന്നില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. മറുഭാഗത്ത് ഹൂത്തികളാണെങ്കിൽ ഒരു നിലക്കും ചെങ്കടലിൽ അനുവദിക്കുന്നില്ല, അമേരിക്കൻ സാന്നിധ്യമേ അനുവദിക്കുന്നില്ല. അമേരിക്കൻ കപ്പലുകൾ, യുദ്ധ കപ്പലുകൾ കണ്ടാൽ പോലും അതിന് ലക്ഷ്യം വെക്കുന്ന രീതിയിൽ ഹൂത്തികൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹൂത്തികൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുന്നു. അവരും പറയുന്നുള്ളത് ഗസയിലെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ്. ഇറാഖിലേക്ക് പോയാൽ അവിടുത്തെ റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെയും ആക്രമണങ്ങൾ ഇസ്രായേലിൽ നടക്കുന്നുണ്ട്. ഇസ്രായേലിലെ ചില മേഖലകൾ അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. അവരും പറയുന്നുള്ളത് ഗസയിലെ സമാധാനമാണ്. ഇറാനുമായിട്ടുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ അവരും മുമ്പോട്ട് വെക്കുന്ന ആശയം എന്നുള്ളത് അത് ഗസയിലെ സമാധാനമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേലിന്റെ മിലിറ്ററി ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ കഴിയാതെ, ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാതെ, ഹമാസിനെ ഫിനിഷ് ചെയ്യാൻ കഴിയാതെ ഈ യുദ്ധം നിർത്താനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളത് ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം അതീവ ദുഷ്കരമായ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തെ മറ്റൊരു തലത്തിലേക്ക് നടത്താനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. പക്ഷേ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് അത് അവരെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ട്രംപ് എന്നുള്ളത് അപ്രവചനീയമായ വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഒരു പ്രഡിക്റ്റബിൾ ആയ ഒരു കാര്യവും ഊഹിക്കാൻ കഴിയുന്നില്ല. അത്തരം ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയെയും ബാക്കിയുള്ള കക്ഷികളെയൊക്കെ ഇതിൽ വലിച്ചിഴച്ചുകൊണ്ട് ഇറാനുമായിട്ടുള്ള ഒരു വലിയ സംഘർഷമുണ്ടാക്കി ലോകത്താകമാനമുള്ള ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള ഇസ്രായേലി ശ്രമങ്ങൾ, അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഗസയിലെ ഈ പ്രശ്നത്തിൽ നിന്നും മറികടക്കാനുള്ള ശ്രമങ്ങൾ ഒന്നും വിലപ്പോവാത്ത സാഹചര്യമുണ്ട്. ഈ കക്ഷികളൊന്നും നേരിട്ട് യുദ്ധത്തിൽ പങ്കാളികളാകുന്നില്ല. ഈ അമേരിക്കയും ബ്രിട്ടനും നടത്തുന്നുള്ളത് യമനിലേക്ക് ഹൂത്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ്. അത് കാരണം എന്നുള്ളത് അവരുടെ ചരക്ക് നീക്കം സാധ്യമാകുന്നില്ല എന്നാണ്. ഏതെങ്കിലും ഇസ്രായേലുമായിട്ടുള്ള ബന്ധപ്പെട്ട ചരക്കു നീക്കം അവിടെ ചെങ്കടലിൽ വന്നാൽ അത് ഹൂത്തികൾ ലക്ഷ്യം വെക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ പ്രശ്നത്തിൽ അകപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നാൾക്കുനാൾ ഇതിന്റെ കുരുക്ക് മുറുകയാണ്. ഹിസ്ബുള്ളയാണെങ്കിൽ ഒരു നിലക്കുമുള്ള പിന്നോക്ക് പോക്കും നടത്തുന്നില്ല. നാൾക്കുനാൾ അവരുടെ വീര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീട്, ഇസ്രായേലിന്റെ സൈനിക താവളം, ടെൽ അവീവിലെ ഇസ്രായേലി സൈനിക താവളം ചരിത്രത്തിൽ ആദ്യമായിട്ട് ആക്രമിക്കപ്പെടുന്നു. അവരുടെ സൈനിക ക്യാമ്പുകൾ ലക്ഷ്യം വെക്കുന്നു. വടക്കൻ മേഖല പൂർണ്ണമായിട്ടും നിശ്ചലമാക്കി ഹിസ്ബുള്ള അവരുടെ ആക്രമണങ്ങൾ തുടരുന്നു. ലെബനിൽ നേരെ നടത്തിയ കരയുദ്ധം വലിയ തിരിച്ചടികൾ ഇസ്രായേലിന് നേരിടുന്നു. ഓരോ ദിവസവും നിരവധി സൈനികർ കൊല്ലപ്പെടുന്നു. ഏതെങ്കിലും ഒരു ഗ്രാമം ലെബനനിലെ പിടിച്ചടക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം നൽകാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് മുമ്പിൽ ഇനി രണ്ട് വഴികളാണ് ഉള്ളത്. ഒന്നെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകളിലേക്ക്, രമ്യതയുടെ പരിഹാരങ്ങളിലേക്ക് പോകുക എന്നുള്ളത്, ഈ ആക്രമണം അവസാനിപ്പിച്ച് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത്. അത്തരം കാര്യങ്ങളിലേക്ക് കടന്നാലുള്ള ഒരു പ്രശ്നം എന്നുള്ളത് അത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാവിയെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ നേരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ നടക്കുന്ന വിചാരണകളെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു സാഹചര്യം അതാണ്. മറ്റൊന്ന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഈ ആക്രമണം പൂർണ്ണമായിട്ടും അവർ പറയുന്ന മിലിറ്ററി ടാർഗറ്റുകൾ അച്ചീവ് ചെയ്തുകൊണ്ട് ഹമാസിനെ ഇല്ലാതാക്കി, ബന്ദികളെ തിരിച്ചു കൊണ്ടുവന്ന് ഹിസ്ബുള്ളയെ ഇല്ലാതാക്കി യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അത് നിലവിലെ സാഹചര്യത്തിൽ ഒരു നിലക്കും സാധ്യമല്ലാത്ത സാഹചര്യമാണ് ലോകത്തുള്ളത് എന്നുള്ളത് കൃത്യമാണ്. ഇത്രയും നാളായിട്ട് സിവിലിയൻസിനെ കൊന്ന് അതിന്റെ ആഘോഷം നടത്തിയതല്ലാതെ അതിനപ്പുറമുള്ള ഒരു ലക്ഷ്യങ്ങളും നേടാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെ. അതുകൊണ്ട് തന്നെ വലിയൊരു കുരുക്കിലാണ് ഇസ്രായേൽ ഇപ്പോഴുള്ളത്. ഈ കുരുക്കിൽ നിന്നും പുറത്ത് കടക്കണമെങ്കിൽ ഈ രണ്ട് വഴികളും ആണ് അവർക്ക് മുമ്പിലുള്ളത്. അതിൽ ഒന്നാമത്തെ വഴി മാത്രമാണ് അവർക്ക് നിലവിൽ തിരഞ്ഞെടുക്കാൻ കഴിയുക. രണ്ടാമത്തെ വഴി അതീവ ദുഷ്കരമാണ്. അത് ഇസ്രായേലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത സാഹചര്യമാണ് ഉള്ളത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇതിന് ഏതെങ്കിലും രീതിയിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള വഴികളിലേക്ക് ഇസ്രായേൽ വരേണ്ടി വരും. അല്ലാത്ത പക്ഷം വരും വർഷങ്ങളിൽ ഇത് ഇസ്രായേൽ എന്നുള്ള
ഒരു അധിനിവേശം സ്ഥാപിതമായ രാഷ്ട്രം ഒരിടത്ത് കൊണ്ടുപോയി ആളുകളെ പാർപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത അധിനിവേശ രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഇസ്രായേൽ ചരിത്രത്തിന്റെ ഭാഗമായി തീരും എന്നാണ് ഈ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നുള്ളത്. എന്നാൽ ഇത്തരം ഒരു ആദ്യം പറഞ്ഞതുപോലെയുള്ള ഒരു ഡീലിലേക്ക് എത്തിയാൽ പോലും ഹമാസോ ഹിസ്ബുള്ളയോ അവരുടെ സ്വാതന്ത്ര്യ പോരാട്ടം എന്നുള്ളത്, അല്ലെങ്കിൽ അധിനിവേശ വിരുദ്ധ പോരാട്ടം എന്നുള്ളത് അത് അവസാനിപ്പിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു രീതിയിലും ഇപ്പോഴും ഇതിൽ താൽക്കാലിക പരിഹാരങ്ങൾ ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു രമ്യതയിൽ എത്തിയാലും ഭാവിയിൽ വീണ്ടും ഇത് തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രീതിയിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി ഏതെങ്കിലും രീതിയിലുള്ള രമ്യതകളിലേക്കും പരിഹാരങ്ങളിലേക്കും മടങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നുള്ളത്.